ഒരു പൊതുപ്രവർത്തകൻ ആവശ്യമായി ഉണ്ടാവേണ്ട ഗുണമെന്താണ്? അദ്ദേഹത്തിന് ഞാൻ പഠിച്ച കാര്യം, ഒരു പൊതുപ്രവർത്തകൻ ഹി ഷുഡ് ബി എ ഗുഡ് ലിസണർ, നല്ല കേൾവിക്കാരനായിരിക്കണം. നമ്മുടെയൊക്കെ പ്രശ്നം ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരാളൊരു കാര്യം എന്ന് പറഞ്ഞു, അതേ കാര്യം രണ്ടാമത്തെ ആൾ പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥതയാകും. ഇതിപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമല്ലേ. എന്നാൽ കോടിയിരിക്കേണ്ട പ്രത്യേകത, ഒരേ വിഷയം തന്നെ 4-5 ആൾ വന്ന് പറഞ്ഞാലും ക്ഷമാപൂർവ്വം അദ്ദേഹം കേൾക്കും. കാരണം കാര്യം വന്ന് പറയുന്നവർ ഒരു ആശ്വാസമാണ്, കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളത്. അല്ലാതെ ഒരു കാര്യം ഒരാൾ വന്ന് പറയുമ്പോൾ അതെനിക്കറിയാം എന്ന് പറയുമ്പം പറയാൻ വരുന്ന ആൾക്ക് മുഷിപ്പുണ്ടാകും, പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനിൽ അവശ്യമായി ഞാൻ കണ്ട ഗുണം, അതിൽ കോടിയേരിയിൽ ഞാൻ ദർശിച്ച ഗുണം, അദ്ദേഹം നല്ല ലിസണർ ആയിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മളെ വിട്ട് പിരിഞ്ഞ് ഈ ഒക്ടോബർ മാസം 1-ന് 3 വർഷം തികയുകയാണ്. സഖാവ് കോടിയേരി അനുസ്മരിച്ചുകൊണ്ട് ഈ 3-ാം വർഷവും ചൊക്ലിയിൽ കോടിയേരി സ്മൃതി എന്ന പേരിൽ വിപുലമായ ഒരു സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ ഈ കൂടിയിരിക്കുന്നവർക്ക് മുമ്പാകെ അനുസ്മരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. കോടിയേരിയുമായി നേരിട്ട് പരിചയമുള്ളവർ, കോടിയേരിയോടൊപ്പം പ്രവർത്തിച്ചവർ, കോടിയേരി ദീർഘകാലമായി കാണുന്നവർ, അവരൊക്കെ ഒത്തു. സഖാവ് കോടിയേരി ബാലകൃഷ്ണനും ചൊക്ലിയും തമ്മിലുള്ള ബന്ധം നമുക്കാർക്കും വിവരിക്കാൻ സാധിക്കാത്ത അത്രയും ബന്ധം കോടിയേരിയുമായി ചൊക്ലിക്കുണ്ട് എന്ന് എനിക്കറിയാം. കോടിയേരി തന്നെ പലപ്പോഴും പങ്കുവച്ചത്, CPIM-ന്റെ ചൊക്ലി മേഖല നേരത്തെ തലശ്ശേരിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കേന്ദ്രമായിരുന്നു. പലപ്പോഴും വിദ്യാർത്ഥിയായിരിക്കുമ്പം CPIM അനുഭാവ യോഗങ്ങളിൽ രാജു മാസ്റ്ററുടെ കൂടെ വന്ന അനുഭവങ്ങൾ ഓരോ സമയത്തും അദ്ദേഹം പങ്കുവെക്കുമായിരുന്നു. കോടിയേരി നിങ്ങൾക്കറിയാം, വളരെ സരസമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്നു. അദ്ദേഹം തന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈകുവോളം ഇരുന്ന് സംസാരിക്കുമ്പം അദ്ദേഹം നടത്തുന്നൊരു പ്രയോഗമുണ്ട്, ഇനി എല്ലാം നാളെ രാവിലെ 10 മണിക്ക്. അപ്പം ഞാൻ ചോദിച്ചു, ബാലകൃഷ്ണൻ ഇതെന്താ സ്ഥിരം ഇത് പണ്ട് ചൊക്ലിയിൽ രാജുമാഷ കൂടെ അനുഭാവ യോഗത്തിൽ പോയാൽ ചൊക്ലിയിലൊരു സഖാവ് അനുഭാവ യോഗം ദീർഘമായി നീണ്ടുകൊണ്ടിരിക്കുമ്പം എഴുന്നേറ്റെന്ന് പറയും, രാജുമാഷ ഇനി എല്ലാം രാവിലെ 10 മണി. അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പദം കടമെടുത്തുകൊണ്ട് നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈകുവോളം ഇരുന്ന് സംസാരിക്കുമ്പം അദ്ദേഹം ഇത് പ്രയോഗിച്ചത്. ദീർഘകാലമായി തലശ്ശേരി മേഖലയിലും കേരളത്തിലും CPIM കെട്ടിപ്പടുക്കാൻ പ്രവർത്തിച്ച CPIM-ന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് കോടിയേരി. വളരെ അകാലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. കേവലം 69 വയസ്സ് മാത്രം പ്രായമുള്ള, ദീർഘകാലം ഇനിയും നമ്മളോടൊപ്പം ജീവിക്കേണ്ട സഖാവ് കോടിയേരിയെ അകാലത്തിൽ ക്യാൻസർ രോഗം ബാധിച്ചാണ് അദ്ദേഹം നമ്മളിന്ന് വിട്ടുപോയത്. ആ രോഗം ബാധിച്ച ദിവസം വരെ ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം 3 വർഷം ആ രോഗം ബാധിച്ച് ജീവിച്ചില്ല. 2019 ഒക്ടോബർ മാസം 19-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ രോഗം കണ്ടെത്തുന്നത്. തുടർന്ന് 3 വർഷം തികയാതെ അദ്ദേഹം നമ്മളെ വിട്ടുപോവുകയായിരുന്നു. അദ്ദേഹത്തിലൂടെ ഞാൻ കണ്ട, എൻ്റെ തലമുറയിൽപ്പെട്ട യുവജന വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തകർ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യമുണ്ട്. അദ്ദേഹം നന്നായി ചരിത്രം പറയുമായി. നമ്മളെപ്പോലുള്ള പുതുതലമുറയിൽപ്പെട്ട യുവതലമുറയിൽപ്പെട്ട പ്രവർത്തകരെ വിളിച്ച് മണിക്കൂറുകളോളം അദ്ദേഹം ചരിത്രം പറയുമായിരുന്നു. പാർട്ടി ചരിത്രം, പാർട്ടി പ്രതിസന്ധി നേരിട്ടപ്പോൾ അതിനെങ്ങനെയാണ് മറികടന്നത്, ഇങ്ങനെ ഓരോ സംഭവ വികാസങ്ങൾ അക്കമിട്ട് ഞങ്ങളോട് പറയും. അതിലേറ്റവും ഒടുവിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരിച്ചു വന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സെക്രട്ടറി സഖാവ് സ്വരാജ് ആയിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. ലെനിൻ സെന്ററിൽ ഞങ്ങളെ വിളിച്ച് മണിക്കൂറോളം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയുമായിരുന്നു. ഇങ്ങനെ വളരെ കൃത്യമായി ചരിത്രം പറഞ്ഞ് യുവതലമുറയിൽപ്പെട്ട ആളുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ സഖാവ് കോടിയേരിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്ന് CPIM-ന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കേഡർമാരെ കണ്ടെത്തുന്നതിൽ സഖാവ് കോടിയേരി വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, കേരളമെമ്പാടും സഞ്ചരിക്കുമ്പം എല്ലാ കേഡർമാരുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. കേഡർമാരുമായി മാത്രമല്ല, അവരുമായി ലോക്യം പുതുക്കൽ മാത്രം, അവരുടെ കുടുംബ പശ്ചാത്തലം, അവരെവിടെ നിന്ന് വരുന്നു, അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ്, സാമ്പത്തിക സ്ഥിതി എന്താണ്, വിദ്യാഭ്യാസം എന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ കേഡർമാരുടെയും വളരെ കൃത്യമായി മനസ്സിലാക്കിയ കേരളത്തിലെ CPM-ന്റെ പ്രബല നേതാക്കളിൽ പ്രമുഖരായിരുന്നു സഖാവ് കോടിയേരി എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു തലശ്ശേരിക്കാരനതുകൊണ്ട് എൻ്റെ മാത്രമേ അറിയുന്നല്ല. അങ്ങ് തിരുവനന്തപുരം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ എടുത്താൽ ഓരോ കേഡർമാരെയും വളരെ കൃത്യമായി മനസ്സിലാക്കി ഇടപെട്ട് അവരെ പൊതുരാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൽ ഏറ്റവും നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചു എന്നതാണ്. സമീപകാലത്ത് നിങ്ങൾക്കറിയാം, കേരളത്തിലെ യുവജന രംഗത്ത് പ്രവർത്തിച്ച വളരെ പ്രമുഖനായ ഒരു നേതാവ് പിന്നീട് പങ്കുവെച്ച കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയത് നല്ല ലിസണറായിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം? ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും വ്യത്യസ്ത തട്ടിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ്. ഒരു പൊതുപ്രവർത്തകൻ ആവശ്യമായി ഉണ്ടാവേണ്ട ഗുണമെന്താണ്? അദ്ദേഹത്തിന് ഞാൻ പഠിച്ച കാര്യം, ഒരു പൊതുപ്രവർത്തകൻ ഹി ഷുഡ് ബി എ ഗുഡ് ലിസണർ, നല്ല കേൾവിക്കാരനായിരിക്കണം. നമ്മുടെയൊക്കെ പ്രശ്നം ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരാളൊരു കാര്യം എന്ന് പറഞ്ഞു, അതേ കാര്യം രണ്ടാമത്തെ ആൾ പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥതയാകും. ഇതിപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമല്ലേ. എന്നാൽ കോടിയിരിക്കേണ്ട പ്രത്യേകത, ഒരേ വിഷയം തന്നെ 4-5 ആൾ വന്ന് പറഞ്ഞാലും
ക്ഷമാപൂർവ്വം അദ്ദേഹം കേൾക്കും. കാരണം കാര്യം വന്ന് പറയുന്നവർ ഒരു ആശ്വാസമാണ് കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളത്. അല്ലാതെ ഒരു കാര്യം ഒരാൾ വന്ന് പറയുമ്പോൾ അതെനിക്കറിയാം എന്ന് പറയുമ്പം പറയാൻ വരുന്ന ആൾക്ക് മുഷിപ്പുണ്ടാകും, പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനിൽ അവശ്യമായി ഞാൻ കണ്ട ഗുണം, അതിൽ കോടിയിൽ ഞാൻ ദർശിച്ച ഗുണം, അദ്ദേഹം നല്ല ലിസണർ ആയിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ അദ്ദേഹം ഇതുവരെ അക്ഷോഭ്യനായി കണ്ടിട്ടില്ല, ഒരിക്കലും അദ്ദേഹം ചൂടായി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം അദ്ദേഹവുമായി ഏതാണ്ട് 27 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ആദ്യമായി കേൾക്കുന്നത് 1987 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അന്ന് കെ സുധാകരനും കോടിയും തമ്മിൽ മത്സരിക്കുക. ചൊക്ലി അന്ന് പാനൂരിന് പെരിങ്ങളത്തിന്റെ ഭാഗമാണ്. അന്ന് ഇന്നത്തെ പോലെ രാവിലെ 10 മണിക്ക് റിസൾട്ട് വരുന്നതല്ല, വെറും വാശിമേറിയ ഇലക്ഷൻ. സ്കൂളിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പം ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. കോടിയേരി ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് നടത്തിക്കൊണ്ട് കേരളത്തിൽ ആകെയുള്ള ഇലക്ഷൻ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടിയേരിയുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹം എൻ്റെ വീടിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശത്തുള്ള ആളാണ്. പക്ഷെ വ്യക്തിപരവും അദ്ദേഹവുമായി അടുപ്പം ഉണ്ടാവുന്നത് ബ്രണ്ണൻ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ കാലമാണ്. ബ്രണ്ണൻ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഏറ്റവും ഒടുവിൽ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കാറിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. 2022 ഒക്ടോബർ മാസം 3-ാം തീയതി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ച് പയ്യാമ്പലത്തേക്കുള്ള യാത്രയിലും അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചു എന്നത് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു അഭിമാനമായി കാണുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം, നിങ്ങൾക്കറിയാം, ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു സംഘാടകൻ, പാർട്ടി ആവട്ടെ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ രാഷ്ട്രീയ സംഘർഷം നടക്കുമ്പോൾ, കണ്ണൂർ നിങ്ങൾക്കറിയാം രാഷ്ട്രീയ സംഘർഷമുള്ള സ്ഥലമാണ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് രാഷ്ട്രീയ സംഘർഷം നടക്കുമ്പോൾ നിങ്ങൾ ആദ്യം പോകുന്നത്? അപ്പം അദ്ദേഹം അതിനൊരു ഉത്തരവുണ്ട്. ഒരു രാഷ്ട്രീയ സംഘടനത്തിൽ CPIM ആക്രമിക്കപ്പെട്ടാൽ CPIM-ന്റെ പ്രവർത്തകർക്കിടയിൽ ഒരു മരവിപ്പും മന്ദിപ്പും ഉണ്ടാകും. നേരെ മറിച്ച് CPM-നാൽ എതിർ രാഷ്ട്രീയക്കാരൻ ആക്രമിക്കപ്പെടുന്നെങ്കിൽ അവിടെയും ഒരു മന്ദിപ്പും മരവിപ്പുണ്ടാവും. നേതൃത്വം അങ്ങോട്ടേക്ക് പോകുമ്പം സ്വാഭാവികമായും ഒരു ജില്ലാ സെക്രട്ടറി അങ്ങോട്ട് പോകുന്നു, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അങ്ങോട്ടേക്ക് പോകുന്നു, അതിൻ്റെ താഴെയുള്ള സഖാക്കളെല്ലാം വരേണ്ടി വരും. അതോടുകൂടി ആ പ്രദേശത്തെ മരവിപ്പ് മാറിക്കിട്ടും. അങ്ങനെ ഓരോ കാര്യങ്ങളും, കണ്ണൂർ ജില്ല നിങ്ങൾക്കറിയാം രാഷ്ട്രീയ സംഘർഷം ഒരു ഘട്ടത്തിൽ ഉണ്ടായി, പൂർണ്ണമായി അതില്ലാതായി. ആ ഘട്ടത്തിലെല്ലാം തലയെടുപ്പോടുകൂടി കണ്ണൂരിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ CPIM-നെ ധൈര്യപൂർവ്വം നയിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് കോടിയേരി എന്ന കാര്യം അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അദ്ദേഹം മികച്ച പാർലമെന്റേറിയനായിരുന്നു. നിയമസഭയ്ക്കകത്ത് സ്പീക്കറായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഔന്നത്യത്തെക്കുറിച്ച്, പാർലമെന്റ് രംഗത്തെ മഹത്വത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ. ഞാൻ അതിനു മുമ്പ് നിയമസഭയിൽ കാണാൻ പോലും പോയിട്ടില്ല. പക്ഷേ രണ്ട് പക്ഷത്തെയും സീനിയർമാരായ പാർലമെന്റേറിയന്മാർ അദ്ദേഹം കോടിയേരിയെക്കുറിച്ച് പലരും പറയും. ഇപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ക്ലാസ് എടുക്കാൻ വന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഞാൻ ഫസ്റ്റ് നിയമസഭയിലെത്തി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കോടിയേരിയിൽ കണ്ട അദ്ദേഹത്തിന് കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, കോടിയേരി നിയമസഭക്കകത്ത് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും സ്പീക്കറെ നോക്കി മാത്രമേ സംസാരിക്കൂ. അദ്ദേഹത്തിൽ കണ്ട പ്രത്യേകത ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏത് വിഷയത്തെയും അനായാസന കൈകാര്യം ചെയ്ത അദ്ദേഹത്തിന് വൈഭവം ഉണ്ടായിരുന്നു. പലപ്പോഴും വാഗ്വാദങ്ങൾ ഏർപ്പെടുമ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നയിച്ച് അതിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ കോടിയുടെ പ്രസംഗമായിരുന്നു നിയമസഭക്കകത്ത് ഉപകരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ കൃത്യമായി ഗൃഹപാഠം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരു പരീക്ഷയ്ക്ക് പ്രകാരമാണ് ഒരു കുട്ടി പഠിക്കുന്നത്, ആ രീതിയിൽ നിയമസഭക്കകത്ത് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന ശേഷി സഖാവ് കോടിയേരിക്കുണ്ടായി. അദ്ദേഹം നിയമസഭ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ഫലപ്രദമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന സിദ്ധി സഖാവ് കോടിയേരിക്കുണ്ടായിരുന്നു. അതോടൊപ്പം രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രീയത്തിൽ കോടിയേരിക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല, എതിരാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലാത്ത, എതിരാളികൾ മാത്രമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു സഖാവ് കോടിയേരി. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം. അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കാത്ത മുഖം അപൂർവം ഘട്ടത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപൂർവം ഘട്ടത്തിൽ മാത്രം, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി തിരിച്ച നേതാവായിരുന്നു സഖാവ് കോടിയേരി. അതുമാത്രമല്ല, അദ്ദേഹം CPM പോലുള്ള പാർട്ടിയുടെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയെ ഏറ്റവും ഉയർന്നിലെത്തിച്ചു. വളരെ ചെറുപ്രായത്തിൽ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയായി, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി, പൊളിറ്റ് ബ്യൂറോ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതിയുടെ പൊളിറ്റ് ബ്യൂറോയുടെ ഭാഗമായി മാറി. അപ്പോഴെല്ലാം അദ്ദേഹം കണക്റ്റഡ് ടു പീപ്പിൾ. ഒരിക്കലും ഒരു പൊതുപ്രവർത്തകൻ ഡിസ്കണക്ട് ചെയ്യപ്പെടാൻ പാടില്ല ജനങ്ങളിൽ നിന്ന്. കോടിയേരിയുടെ ക്യാപിറ്റൽ, കോടിയേരിയുടെ മൂലധനം ജനങ്ങളായിരുന്നു. ഒരു പൊതുപ്രവർത്തകന്റെ മൂലധനം എന്തായിരിക്കണം? ആ പൊതുപ്രവർത്തകന്റെ മൂലധനം ജനങ്ങളായിരിക്കണം. സഖാവ് കോടിയേരിയുടെ മൂലധനം ജനങ്ങളായിരുന്നു. ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, ഏതൊരു ജനത്തെയും കേൾക്കുന്നതിന് വളരെ, ചിലപ്പോൾ ഞാനൊക്കെ അടുത്തിരിക്കുന്നുണ്ട്, എന്നാലും വളരെ ക്ഷമാപൂർവ്വം കാര്യങ്ങൾ കേൾക്കുന്ന ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നത്തിനടുത്ത് ഇടപെടുന്ന, പിന്നെ ഏത് വിഷയം വന്നാൽ ഇടപെടും, അതിനകത്ത് മുറിച്ചു നോക്കി പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പാർലമെന്റ് രംഗത്തേക്ക് വന്നപ്പോൾ നല്ല MLA ആയിരുന്നു. അതുപോലെ നല്ല മന്ത്രിയായിരുന്നു അദ്ദേഹം. നല്ല മന്ത്രിയായിരുന്നു എന്ന് പറയുമ്പം കേരളത്തിൽ ജനകീയ പോലീസ് സംവിധാനം കൊണ്ടുവന്ന,
സ്കൂളുകൾക്കകത്ത് സ്പെഷ്യൽ സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് നടപ്പിലാക്കിയ, പോലീസ് സ്റ്റേഷനുകളെ ജനകീയ പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയ, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് എന്ന ആശയം കേരളത്തിൽ കൊണ്ടുവന്ന ഒരു മികച്ച കേരളം കണ്ട ആഭ്യന്തരമന്ത്രിയായിരുന്നു സഖാവ് കോടിയേരി. നിയമസഭക്കകത്തിരിക്കും എല്ലാവരും പറയും അത് കോടിയേരി നല്ല ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ്, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും ഒരുപോലെ എല്ലാവരും പറഞ്ഞ കാര്യം അദ്ദേഹം മികച്ച ആഭ്യന്തരമന്ത്രിയായിരുന്നു. മികച്ച ആഭ്യന്തരമന്ത്രി. അതുപോലെ ടൂറിസം മന്ത്രി ആയിരിക്കും. ഇപ്പം പറയും കേരളത്തിലെമ്പാടും ടൂറിസത്തിന്റെ വികസനം നടക്കുമ്പം ഇപ്പം മൂന്നാറിനെ ഏറ്റവും ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിൽ സഖാവ് കോടിയേരിക്ക് പങ്കുണ്ടായിരുന്നു. റെസ്പോൺസിബിൾ ടൂറിസം, ഉത്തരവാദ ടൂറിസം, ആ ഉത്തരവാദ ടൂറിസം നടപ്പിലാക്കുന്നതിലും സഖാവ് കോടിയേരിയുടെ നേതൃത്വപരമായ പങ്കായിരുന്നു. ടൂറിസം മേഖല ഒരു കാലത്ത് തെക്കൻ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന ടൂറിസത്തെ ഇങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വ്യാപിപ്പിക്കുന്നതിൽ ഏറ്റവും ഒടുവിൽ ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി ഉയർത്തുന്നതിലും സഖാവ് കോടിയേരി നേതൃത്വപരമായി പങ്കുവഹിച്ചു. ടൂറിസം മന്ത്രി എന്ന നിലയിൽ, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ, പാർലമെന്ററി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലയിൽ എല്ലാം നല്ല പങ്കുവഹിച്ച ഒരു വ്യക്തിയായിരുന്നു സഖാവ് കോടിയേരി. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്ര സരസമായി, സറ്റൈറിക്കായി, രാഷ്ട്രീയ പ്രസംഗങ്ങൾ സറ്റൈറിക്കായി കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും പ്രമുഖനായിരുന്നു സഖാവ് കോടിയേരി. ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. ആ തമാശകളിൽ നിന്നും അദ്ദേഹത്തിന്റെ തമാശകൾ, ചിലപ്പോൾ നമ്മൾ പറയുന്ന തമാശകൾ, അതെല്ലാം അതിനകത്ത് ഏതെങ്കിലും ഭാഗം അദ്ദേഹം അടർത്തിയെടുത്ത് വലിയ പ്രസംഗത്തിനകത്ത് നടത്തും. അങ്ങനെ തമാശകളെ ജനങ്ങളെ കുടുകുട ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന, സരസമായി തമാശകൾ പറഞ്ഞ് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത കൂടിയിരുന്നു സഖാവ് കോടിയേരി. അതാണ് കോടിയേരിയിൽ ഞാൻ കണ്ട പ്രത്യേകത. വികസനത്തിനൊരു പുതിയ മോഡൽ കേരളത്തെ പരിചയപ്പെടുത്തിയ സഖാവ് കോടിയേരിയായിരുന്നു. വികസനത്തിന്റെ കോടിയേരി മോഡൽ ഇപ്പം നമ്മൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പം ആ വികസനത്തിന്റെ കോടിയേരി മോഡൽ എന്താണ്? ആ വികസനത്തിന്റെ കോടിയേരി മോഡലാണ് ഇന്ന് തലയുയർത്തി ചൊക്ലി ഗവൺമെന്റ് കോളേജ് നിൽക്കുന്നത്. തീർത്തും യാദൃച്ഛികമായി, ഒരു പക്ഷേ അൺഫോർച്ചുനേറ്റ് എന്ന് പറയാം, അദ്ദേഹത്തിന്റെ പേര് ആ കോളേജിനിട്ട് കോടിയേരി ബാലകൃഷ്ണ മെമ്മോറിയൽ കോളേജ്. അത് വികസനത്തിൽ ജനകീയ മോഡലാണ്. എങ്ങനെ വികസനം കേവലം ഗവൺമെന്റ് മാത്രം നടത്തേണ്ടതല്ല, വികസനത്തിൽ ജനങ്ങൾ കൂടി ഭാഗമാക്കാവണം. 2011 പുതിയ ഗവൺമെന്റ് വന്നു കേരളത്തിൽ, UDF. തലശ്ശേരി അസംബ്ലി മണ്ഡലം ഡീലിമിറ്റ് ചെയ്യപ്പെട്ടു. ബ്രണ്ണൻ കോളേജ് ധർമ്മടത്തിന്റെ ഭാഗമായി മാറി. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇല്ലാതായി. അപ്പോഴാണ് ഒരു ഗവൺമെന്റ് കോളേജ് എന്ന ആശയം ഉയർന്നു വന്നത്. ഉമ്മൻചാണ്ടി പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇല്ലാത്തടത്ത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ തുറന്നു പറയാം, ടു ബി ഹോണസ്റ്റ്, ബ്രണ്ണൻ കോളേജിന്റെ പ്രാധാന്യം കുറയുന്നുള്ളൂ. അദ്ദേഹം എന്നോട് സംസാരിച്ചു, നമ്മൾ കോളേജ് തുടങ്ങിക്കൂടെ? ഞാനതിനെ വേണ്ടാത്ത രീതിയിൽ എന്റർടൈൻ ചെയ്തിരുന്നില്ല. കാരണം ഞാനൊരു ബ്രണ്ണൻ പക്ഷപാതിയായിരുന്നു. അത് വരുമ്പം ബ്രണ്ണനോടുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം എന്റർടൈൻ ചെയ്തു. പക്ഷെ പിന്നീട് അദ്ദേഹം എന്നെ കൂടി ഇരുത്തിച്ച് അത് വരേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന്, തലശ്ശേരി മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നപ്പം ഇവിടെ ഭൂമി കിട്ടും. തലശ്ശേരി ചെറിയ മണ്ഡലം. അപ്പോഴാണ് ചുക്ലിക്കാരെ ധൈര്യം പറഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കാം. ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചു. വികസനത്തിന്റെ കോടിയേരി മോഡൽ ഏതാണ്ട് 5 ഏക്കർ ഭൂമി സ്വരൂപിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് ഏറ്റുവാങ്ങി ഇന്ന് തലയെടുപ്പോടെ തലശ്ശേരി ചൊക്ലി ഗവൺമെന്റ് കോളേജ് നിൽക്കുന്നു. അത് കോടിയേരി ബാലകൃഷ്ണൻ കോളേജ്. അത് അദ്ദേഹത്തിന്റെ വികസനത്തിന്റെ കോടിയേരി മോഡലാണ്. വികസനത്തിന്റെ മറ്റൊരു കോടിയേരി മോഡലാണ് തലശ്ശേരി അമ്മയും കുഞ്ഞും ആശുപത്രി. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, 2026 ജനുവരി മാസം സഖാവ് കോടിയേരി നമ്മളെ ഏൽപ്പിച്ചു പോയ ആ അമ്മയും കുഞ്ഞും ആശുപത്രിയും ഇവിടെ യാഥാർത്ഥ്യമാക്കും വികസനത്തിന്റെ കോടിയേരി മോഡൽ. അത് കേരളത്തിലെമ്പാടും ഞാൻ സഞ്ചരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ, വളരെ പ്രൗഡ് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. കോടിയേരി മോഡൽ വികസനം കേരളത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഇങ്ങനെ വികസനത്തിന്റെ കാര്യത്തിൽ ഭരണാധികാരി എന്ന നിലയിൽ, സംഘാടകർ എന്ന നിലയിൽ, മികച്ച പൊതുപ്രവർത്തകർ എല്ലാം ഏറ്റവും ശ്രദ്ധേയമായി കേരളം, നിങ്ങൾക്കറിയാം, പത്രസമ്മേളനങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു കാണും. കൂരമ്പുകൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ വരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിയോട് ഉത്തരം പറയുന്ന നേതാവായിരുന്നു സഖാവ് കോടിയേരി. വലിയ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കഴിഞ്ഞാൽ മല എലിയെ പ്രസവിച്ച പോലെയായിരിക്കും, ഒന്നും ഉണ്ടാവും. വളരെ സൂക്ഷ്മതലത്തിൽ പത്രസമ്മേളനങ്ങൾ നടത്തി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വളരെ സജീവമായി നിലനിർത്തുന്ന വലിയ പങ്കുവഹിച്ചു. CPIM-ന്റെ സമ്മേളനങ്ങൾ, പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ സമ്മേളനങ്ങൾ നടക്കുമ്പം മീഡിയ അഡ്രസ് ചെയ്ത സഖാവ് കോടിയേരിയായിരുന്നു. അപ്പൊ എല്ലാ തരത്തിലും അദ്ദേഹത്തിന്റെ മികവ് നമുക്കൊരിക്കലും പറഞ്ഞു വിശദീകരിക്കാൻ സാധിക്കാത്ത മികവ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ബദൽ അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ള, നേരത്തെ സഖാവ് മാണിക് സർക്കാർ പറഞ്ഞതുപോലെ കേരളത്തിനാകെയുള്ള നഷ്ടമാണ്. കോടിയേരിയുടെ നഷ്ടം കേരളത്തിന്റെ നഷ്ടമാണ്. കാരണം കോടിയേരി മോഡൽ വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചിരുന്നത്. അദ്ദേഹം നല്ല സഹകാരി കൂടിയായിരുന്നു. ഇന്ന് തലശ്ശേരിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന തലശ്ശേരി സഹകരണ ആശുപത്രി, ആ തലശ്ശേരി സഹകരണ ആശുപത്രിയുടെ സ്ഥാപക പ്രസിഡന്റ് സഖാവ് കോടിയേരി. അത് അധികം എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ ഇങ്ങനെ മികച്ച സഹകാരി, മികച്ച ഭരണാധികാരി, മികച്ച സംഘാടകൻ, ഒപ്പം കേരളം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരു മികച്ച പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു സഖാവ് കോടിയേരി എന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നഷ്ടം തീരാ നഷ്ടമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും CPIM-നും ഒരു കനത്ത നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ ഭാഗമായി ചൊക്ലിയിലെ
കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറിയും പുരോഗമന കലാസാഹിത്യ സംഘവും തുടർച്ചയായി 3 വർഷം ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു ഗ്രാമത്തിന് കോടിയേരിയോട് കാണിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആദരവാണിത്. അത് ചൊക്ലിയിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. ചൊക്ലിയോട് കോടിയേരി സ്നേഹിച്ചിരുന്നു, ചൊക്ലി തിരിച്ച് കോടിയേരി സ്നേഹിച്ചിരുന്നു. ചൊക്ലിയിലെ ജനങ്ങളെ കോടിയേരി സ്നേഹിച്ചിരുന്നു, തിരിച്ച് ചൊക്ലിയിലെ ജനങ്ങൾ സഖാവ് കോടിയേരിയും സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് തുടർച്ചയായി 3 വർഷവും ഒരു പൊലിമ പോലും കുറയാതെ ഓരോ വർഷവും ഈ സെമിനാറിൻ്റെ പ്രൗഢി കൂടുന്നു, ജനപങ്കാളിത്തം കൂടുന്നു എന്നുള്ളത് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണെന്ന് മാത്രം പറഞ്ഞ് സഖാവ് കോടിയേരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഒരു രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.